ആർത്തി എന്നല്ല, അത്യാർത്തി എന്നാണ് ഇതിനെ പറയേണ്ടത്. അത്യാർത്തിയാണ്. ആർത്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യർ, ചില ആളുകൾക്ക് ഭക്ഷണത്തോടുണ്ടാകും, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമായിട്ട് നമുക്ക് കരുതാം. പക്ഷേ ഇതൊരു അത്യാർത്തിയാണ്. അർഹതപ്പെട്ടതല്ല എന്നറിഞ്ഞിട്ടും അത് പിടിച്ചു വാങ്ങുന്ന ഒരു അത്യാർത്തിയാണ് ഇത്. യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ പാത്രത്തിൽ നിന്നും വാരിയെടുക്കുന്നതിനെ അത്യാർത്തി എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇതിൽ കോട്ടക്കൽ നഗരസഭയിലെ കണക്ക് അതൊരു സ്പെസിമനാണ്. ഒരു വാർഡിൽ 42 പേർ ഈ സ്കീമിൽ വരുന്നതിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തുമ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഈ 62 ലക്ഷം പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ പെൻഷൻ, അതിനുവേണ്ടി ഒരു മാസം 800 കോടി രൂപയെങ്കിലും വേണ്ടി വരുമല്ലോ സർക്കാരിന്. 992. സർക്കാരിന് അത്രയും വലിയ തുക നീക്കി വെച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇത് സർക്കാരിനെ പറ്റിക്കുന്നു എന്നത് കൂടിയുണ്ട്. കാരണം എത്ര പ്രതിസന്ധി ഉണ്ടായെങ്കിലും 2 മാസമോ 3 മാസമോ ഒക്കെ വൈകിയാണെങ്കിലും ഈ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നത് കൂടി നമ്മൾ കാണണം. നമ്മൾ എപ്പോഴും സർക്കാരിനെ വിമർശിക്കും, പെൻഷൻ കൊടുക്കുന്നില്ല. ഇത്രയധികം ഈ 62 ലക്ഷം പേരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഈ 42-ൽ 38 അനർഹർ എന്ന് പറയുന്നത് ഒരു ഡാറ്റയുടെ ഒരു സ്പെസിമൻ ആണ് എന്നുണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും കൃത്യമായ ഒരു പരിശോധന, ഒരു ഓഡിറ്റിംഗ് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലാർജർ പിക്ചറിൽ എനിക്ക് പറയാനുള്ളത്. കാരണം സർക്കാരിന്, ഖജനാവിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത് അർഹതയില്ലാത്തവരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നതിലൂടെ. ഇല്ലാത്ത പണം ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുകയാണ് ഈ പെൻഷൻ. അപ്പോൾ അതിൽ കിട്ടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അർഹരല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് എത്ര വലിയ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്രൂരതയ്ക്ക് സർക്കാർ സർവീസിലുള്ള ആളുകൾ പോലും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചതിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ ചതിക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുടെ മകന് BMW കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ അതിശയോക്തിയാണെന്ന് കരുതും. പക്ഷേ മിക്കയിടങ്ങളിലും ഈ പെൻഷൻ വാങ്ങുന്നവർ ഒരു ഉളുപ്പുമില്ലാതെ അത് വീണ്ടും വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ട എന്തോ ആണ് എന്നുള്ള ഒരു ആധികാരികതയോടെയാണ്, വലിയ പ്രൗഡായിട്ടാണ് ഇത് പോയി വാങ്ങുന്നത്. അതേസമയം യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകൾക്ക് സമയത്ത് ലഭ്യമാകാത്തത് ഇത്രയധികം ആളുകൾ ഈ പട്ടികയിൽ വരുന്നത് കൊണ്ടുകൂടിയാണ്. ഈ നമ്പർ ഓഫ് പെൻഷൻ കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ സർക്കാരിന് അത് വരുത്തിവെക്കുന്ന ചെലവും കുറയും. ഈ 5 മാസമാണ് ഇപ്പോൾ കുടിശ്ശിക. ഇന്ന് നമ്മൾ മറിയക്കുട്ടി ചേച്ചിയോട് ചോദിച്ചപ്പോൾ 5 മാസമായി അവർക്ക് കിട്ടിയിട്ട് ഈ 5 മാസം പെൻഡിംഗ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയധികം തുക കൊടുക്കാനില്ല. എല്ലാവർക്കും ഒന്നിച്ചല്ലേ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പകുതി ആളുകൾക്ക് ഈ മാസം കൊടുക്കാം, പകുതി ആളുകൾക്ക് അടുത്ത മാസം കൊടുക്കാം, അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 62 ലക്ഷം എന്ന് പറയുന്നത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്കതിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇതിൽ പെൻഷന്റെ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ, ഈ 3 പേർക്കുമെതിരെയാണ് വിജിലൻസ് അന്വേഷണം ഈ കോട്ടക്കൽ നഗരസഭയുടെ കാര്യത്തിൽ വരിക. ആ ഒരു നഗരസഭയിലെ ഒരു വാർഡിലെ കാര്യം മാത്രമായി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ? ഈ 38 പേരിൽ മരിച്ചുപോയവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഉൾപ്പെടാതെ പോയവർ, അങ്ങനെ പല പല ന്യായങ്ങളുണ്ടാകും. നേരത്തെ നമ്മൾ ആ വാർഡിൻ്റെ കൗൺസിലറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗോപിനാഥൻ എന്നാണ് ആ വാർഡ് കൗൺസിലറിൻ്റെ പേര്. ആ കൗൺസിലർ പറഞ്ഞത് നേരത്തെ 3 ലക്ഷമായിരുന്നു വരുമാന പരിധി, വാർഷിക വരുമാനം, അതിപ്പോൾ 1 ലക്ഷമാക്കി. അപ്ഡേഷൻസ് നടക്കുന്നില്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിവരങ്ങളിൽ അതിൽ കൃത്യമായി ഈ മസ്റ്ററിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഒരു വെറും വ്യായാമം മാത്രമായി മാറുന്നു എന്ന് വേണം കരുതാൻ. അത് നടക്കുന്നില്ല. അതൊരു ഫ്യൂട്ടൈൽ എക്സർസൈസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളിലൊക്കെ ഒരു ആധികാരികമായി അത് ഉറപ്പാക്കാൻ കഴിയുമായിരുന്നല്ലോ. ഇവിടെ ഈ പെൻഷൻ്റെ ഗുണഭോക്താക്കളെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യാൻ ഓരോ ഇനത്തിലും ഈ ഡബിൾ പെൻഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തു എന്ന് പറയുന്നതിനൊപ്പം ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? കാരണം C&AG റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യങ്ങളിലൊന്ന് ഈ ഡബിൾ പെൻഷനാണ്. ഡബിൾ പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ടോ, അതൊക്കെ പരിശോധിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2022 C&AG റിപ്പോർട്ടാണ് ഉണ്ണി സാർ കോട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2022 C&AG റിപ്പോർട്ട് അനുസരിച്ച് 9201 സർവീസ് പെൻഷൻകാരുണ്ട്, ഈ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് എന്ന് ഉദ്യോഗസ്ഥരും ചേരുന്ന ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 9201 അതിന്റെ ജില്ല തിരിച്ചുള്ള കണക്ക് വരെ ആ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് അതിന്മേൽ എന്ത് ആക്ഷൻ എടുത്തു? 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സർക്കാരിന്റെ കയ്യിലില്ല. അവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയിരിക്കുന്നത്. ഈ കണക്കുകൾ ഇപ്പോൾ ഈ 1458 പേരുടെ കണക്ക് കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. C&AG കൊടുത്ത റിപ്പോർട്ടിലുള്ള ജില്ല തിരിച്ചുള്ള കണക്ക് മുന്നിലിരിക്കുമ്പോൾ അതിന്മേൽ എന്ത് നടപടി എടുത്തു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത് അനർഹമായി വാങ്ങുന്നവർക്ക് സ്വയം തോന്നി ഇതങ്ങ് നിർത്തണമെന്നാണ്. എവിടെ നടക്കാൻ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്ന സത്യസന്ധരായ ആളുകൾ ഉണ്ടാകുമായിരിക്കും. എന്നാലും ബഹുഭൂരിപക്ഷം അങ്ങനെയാകാൻ സാധ്യത ഒട്ടും കാണുന്നില്ല. അല്ല എങ്കിൽ ഇത്രയും വർഷമായി ഒരു നാണവുമില്ലാതെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നില്ല. കൃത്യമായ അന്വേഷണം കഴിയാതെ ആളുകളുടെ പേര് പുറത്തുവിടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതിൽ ഈ വിധവാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ചിലർക്കൊക്കെ ഇതേക്കുറിച്ച് ധാരണയില്ലാതെ
അതെ, ധാരണയില്ലാതെ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്വയം തിരുത്താനുള്ള ഒരു അവസരം ആദ്യഘട്ടത്തിൽ കൊടുക്കുകയാണ്. പക്ഷേ ഇവർ അങ്ങനെ സ്വയം തിരുത്താനുള്ള ഒരു സമയപരിധി നിശ്ചയിക്കണം. അതിനുശേഷവും ഈ പട്ടികയിൽ തുടരുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. ഒരിക്കൽ കൊടുത്തിരുന്നു കേട്ടോ, ഒരിക്കൽ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ പെരുമാറ്റച്ചട്ട വ്യവസ്ഥകൾ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ, അത് എല്ലാ സർവീസ് സംഘടനകൾക്കും നാണക്കേടാണ്. കാരണം സർവീസ് സംഘടനകൾ മുഴുവൻ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളൊരു ചീത്തപ്പേരിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? കാരണം എല്ലായിടങ്ങളിലും ഈ പേരുകൾ ഉൾപ്പെടുത്തുന്നത് മുതൽ ഇവരുടെ അർഹത പരിശോധിക്കുന്നത് മുതൽ എല്ലായിടത്തും ഇരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ അത് സർവീസ് സംഘടനകൾക്കും വലിയ നാണക്കേടായിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഇത് അത്യാർത്തിയാണ്. ആ അത്യാർത്തി മൂത്തവരെ നിലയ്ക്ക് നിർത്താനായി സർക്കാർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. 2022 CAG റിപ്പോർട്ട് എടുത്ത് മടക്കി വെച്ചതുപോലെ ആകരുത്. ഇപ്പോൾ 1458 പേരുടെ പട്ടികയും മലപ്പുറത്ത് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിലെ വിവരങ്ങളും ഒക്കെ മുന്നിലുണ്ട്. എല്ലായിടത്തും സമഗ്രമായ ഒരു പരിശോധന നടത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. കാശില്ലെന്നല്ലേ സർക്കാർ പറയുന്നത്. അപ്പോൾ കാശിങ്ങനെ ചോർന്നു പോകുന്ന വഴി കണ്ടെത്തി അതൊക്കെ അങ്ങ് തടഞ്ഞാൽ, ആ ചോർച്ച അടച്ചു കഴിഞ്ഞാൽ കാശ് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ കയ്യിലിരിക്കില്ലേ? അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. മാത്രമല്ല ഒരു പൊതുജനാഭിപ്രായം ഇപ്പോൾ തന്നെ സർക്കാർ ചെയ്യുന്നതിന് അനുകൂലമായി വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ അന്യായം ചെയ്യുന്നവരെ കണ്ടെത്തണം എന്നൊരു പൊതുജനാഭിപ്രായം വരുന്നു എന്നുള്ളത് സർക്കാരിന് ആളുകൾ ലിസ്റ്റ് പുറത്തുവിടണമെന്ന് വരെ ആവശ്യപ്പെട്ടു തുടങ്ങി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ 5 പെൻഷനാണല്ലോ ഉള്ളത്. ഈ 5 പെൻഷനകത്ത് ഏജ് ബാരിയർ ഇല്ലാത്ത 2 പെൻഷനേ ഉള്ളൂ. വിധ വരും. അപ്പോൾ എന്താ പറ്റുക? അപ്പോൾ ഈ സർക്കാർ സർവീസിൽ നിന്നുകൊണ്ട് ഈ പൈസ വാങ്ങിക്കുന്നവർ എന്തായാലും അവർ 56 വയസ്സിന് താഴെ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് സാർ. അതായത് ഈ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഈ വരുമാന സർട്ടിഫിക്കറ്റ് കോളേജ് അധ്യാപകരും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ വരുമാന സർട്ടിഫിക്കറ്റ് തീർച്ചയായും 1 ലക്ഷത്തിന് മുകളിലായിരിക്കും. ഉറപ്പായിട്ടും അവിടെയാണ് ഇതിനകത്ത് വീഴ്ച വരുന്നത്. വീഴ്ചകൾ, വലിയ വീഴ്ച. Meet the editors.